രചന, അവതരണം സുഗി സുരേഷ്. ഇന്നലെ നല്ല മഴയായിരുന്നു. മഴയത്തൊന്ന് പൊതിച്ചുമുടി ഉറങ്ങി എഴുന്നേറ്റ കിട്ടുന്നൊരു ഫീല് അത് മറ്റൊന്നിനും കിട്ടില്ല. ഞാൻ കുറച്ചു കാലം ബാംഗ്ലൂരായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു നാട്ടിൽ ജോലി നോക്കണം. കാരണം നാട്ടിൽ ജോലി ചെയ്തതിന്റെ ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അന്നത്തെ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റു. എഴുന്നേക്കാനൊക്കെ കുറച്ച് മടിയായിരുന്നു. ആദ്യം തന്നെ വന്ന് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് നോക്കി. കുറച്ച് സൗന്ദര്യമൊക്കെ കൂടിയിട്ടുണ്ട്. ചുമ്മാ മനസ്സിൽ പറഞ്ഞു, കണ്ണാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. ആ വിളിച്ചത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു സന്തോഷമാണ്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു സുഖം ഇരട്ടി മധുരത്തിന്റെ ഫീല് തരും. ബ്രഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുളിക്കാനുള്ള തോർത്തും അമ്മ എടുത്തുകൊണ്ട് തന്നു. രാവിലെ മഴയായതുകൊണ്ട് കുളിക്കാൻ നല്ല മടിയായിരുന്നു. 2 കപ്പ് വെള്ളം തലയിൽ കൂടി ഒഴിച്ചിട്ട് കുളിമുറിയിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് വന്നു. ശേഷം അമ്മയുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിച്ചു. അയ്യോ അമ്മേ, തണുപ്പ്. നേരത്തെ ഓഫീസിൽ പോട ചെറുക്ക, നിന്ന് കളിക്കാതെ. അമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ്. ഞാൻ വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. പിന്നെ അത് ഉറച്ചു പെയ്യാൻ തുടങ്ങി. മഴ നനഞ്ഞ് ഓഫീസിലെത്തിയപ്പോ, നീ ഇവിടെ എങ്ങും നിൽക്കണ്ട, വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഡ്രസ്സ് ഡ്രൈ ചെയ്തിട്ട് വാ എന്ന് മാനേജർ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറി ശരീരം മുഴുവൻ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ചു. ശേഷം എന്റെ ക്യാബിനിൽ വന്നിരുന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓഫീസിൽ മുഴുവൻ ബോയ്സ് ആയതുകൊണ്ട് തന്നെ ജോലിക്കിടയിൽ തമാശകൾ ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് എടുത്തു. നാട്ടിലെ ഫ്രണ്ട്സുമായിട്ട് സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഉള്ളപ്പോ വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. ശരിക്കും അതൊക്കെ തന്നെയാണ് ഈ ഒരു ലൈഫിന്റെ മൊമെന്റ്സും. ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മഴ കുറവായിരുന്നു. ഞാൻ മെല്ലെ എന്റെ വണ്ടി എടുത്ത് യാത്ര തിരിച്ചു. വണ്ടി പകുതി എത്തിയപ്പോ എന്റെ മുന്നിൽ ഒരു പെൺകുട്ടി കൈ കാണിക്കുന്നു. കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. പഴമക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാട്ടിൻ പുറത്തെ ശാലീന സുന്ദരി. ഞാൻ അവിടെ വണ്ടി നിർത്തി. ചേട്ടാ, എന്നെ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഇറക്കാവോ? എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, ഇവിടെയാണെന്നുണ്ടെങ്കിൽ വണ്ടിയൊന്നും വരുന്നില്ല. ശേഷം ഞാൻ ഒട്ടും മടുപ്പ് കാണിച്ചില്ല, കയറാൻ പറഞ്ഞു. തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. പിന്നെ എന്റെ ഭാഗ്യദോഷം എന്ന് പറയട്ടെ, അവിടെ എത്തിയ സമയത്ത് തന്നെ മഴ ഉറച്ചു പെയ്യാൻ തുടങ്ങി. പിന്നെ തിരിച്ചു പോകാൻ ഒരു രക്ഷയില്ലല്ലോ. ഞാൻ ആ ഒരു പെൺകുട്ടിക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് കയറി. മഴ തോരുന്നവരെ ആ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ നിന്നു. മഴ പെയ്യുന്ന കാണാൻ നല്ല ചന്തമുണ്ട്. ഞാൻ അത് കണ്ടിങ്ങനെ ആസ്വദിച്ചു നിന്നു. ബുദ്ധിമുട്ടായോ? ഞാൻ തിരിഞ്ഞു നോക്കിയതും ആ ഒരു പെൺകുട്ടിയായിരുന്നു. ഏയ് കുഴപ്പമില്ല, ഇന്നൊരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ അത് നടക്കില്ല, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ അവളോട് മറുപടി പറഞ്ഞു. ഞാനും അവളും ഒരുമിച്ച് നിന്ന് ആ ഒരു വാതിലിന് മുന്നിൽ നിന്ന് മഴ കാണാൻ തുടങ്ങി. രണ്ടുപേരും കുറച്ചു നേരം മൗനമായിട്ട് നിന്നു. അമ്മയ്ക്ക് എന്താ അസുഖം? അമ്മയ്ക്ക് ഇന്നലെ നല്ല പനിയുണ്ടായിരുന്നു. ഉച്ചയായപ്പോ BP കൂടി. അങ്ങനെ പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു അത്യാവശ്യം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ചേട്ടനെ കണ്ടത്. ഞാനൊരു നിമിഷം ആ പെൺകുട്ടിയും കൂട്ടി അവളുടെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. അവർ നല്ല ഉറക്കമായിരുന്നു. അപ്പോഴേക്കും സമയം 6 മണിയായി. പെട്ടെന്നൊരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, രാത്രിയിൽ ആരും ഇവിടെ നിൽക്കണ്ട, രാവിലെ വന്നാൽ മതി. അതേസമയം മഴ ഒരു തുള്ളി മുറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇറങ്ങാ, താൻ ഇനി എങ്ങനെ വീട്ടിലോട്ട് പോണേ? ഞാൻ അങ്ങോട്ട് ഓട്ടോ കിട്ടുമെന്ന് താൻ കയറിക്കോ, അല്ലാതെ വേറെ വഴിയില്ല. ആദ്യം അവളൊന്ന് മടിച്ചുവെങ്കിലും എന്റെ ഒപ്പം വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. സമയം 9 മണിയായിരുന്നു. പോകുന്ന വഴിയിൽ തെരുവിലെ ചെറിയ വഴിയോര കടകളിൽ ഒരു മങ്ങിയ വെളിച്ചം കാണാം. ഓരോ കടകളിലും ദോശയും കറിയും പോലുള്ള എന്തേലും ഒന്നിന്റെ മണം മൂക്കിലേക്ക് അടിക്കുന്നതും അറിയുന്നുണ്ട്. പകുതി എത്തിയപ്പോ ഞാൻ വണ്ടി നിർത്തിയിട്ട് അവളോട് ചോദിച്ചു, എടോ, നമുക്കെന്തെങ്കിലും കഴിച്ചാലോ? എനിക്ക് വേണ്ട, ചേട്ടൻ വേണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ. ഞാൻ അവളെയും നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോയി. 3 ദോശയും കറിയും പിന്നെ ഒരു ഓംലേറ്റും വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് മെല്ലെ ഞങ്ങളത് കഴിച്ചു തുടങ്ങി. ചൂടുള്ള ദോശ കഴിയുമ്പോൾ ചെറിയൊരു ചാരൽ മഴയുടെ തണുപ്പ് കടയ്ക്കുള്ളിലേക്ക് അടിച്ചു. എന്ത് രസമായിരുന്നു അത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം മഴ വീണ്ടും ഉറച്ചു പെയ്യാൻ തുടങ്ങി. ഇനി രക്ഷയില്ല എന്ന് കണ്ട ഞങ്ങൾ ഒരു ഒഴിഞ്ഞ കടയുടെ മുന്നിൽ കയറി നിന്നു. രാത്രി, മഴ, കാറ്റ്, പിന്നെ കൂട്ടിന് ഇതേപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും. അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ആ ഒരു നിമിഷം അവളെ ഒന്ന് പ്രേമിച്ച് കെട്ടിയാലോ എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയി. മഴ തോർന്നപ്പോൾ ഇനിയും വൈകണ്ട എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ അവളെയും കൂട്ടി സുരക്ഷിതമായി കൊണ്ടുചെന്നാക്കി. ശേഷം തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു.
ഞാൻ മുറിയിൽ കയറി ഒന്ന് ഫ്രഷായി വന്നപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചു. ആരും കിട്ടാൻ കൊതിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ പോലെ തന്നെയായിരുന്നു ആ ഒരു ദിവസം.